മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ ദുർഗയോടായിട്ട് പറയുന്നുണ്ട്, അമ്മയുടെ മോനുമായിട്ട് ഞാൻ എല്ലാ ബന്ധവും വേർപെടുത്താൻ പോവുകയാണെന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, മോൾ എന്താണ് ഈ പറയുന്നത്? ആ ലക്ഷ്മിയും അയാളുമായിട്ട് ഇങ്ങനെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കാണാൻ എനിക്കാവില്ല അമ്മേ, അതുകൊണ്ട് ഇത് വേർപെട്ട് പോകുന്നത് തന്നെ നല്ലതെന്ന് പറയുകയാണ് ദുർഗയോട്. അയാളെങ്കിൽ നടന്നായിരിക്കും മലക്ക് കയറിയിട്ടുള്ളത് എന്നെനിക്ക് സംശയമുണ്ടെന്നെല്ലാം കരുണ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ദുർഗയാണെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല മോളെ, അവനിക്കാണെങ്കിൽ ഈ ജന്മം അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല എന്നെല്ലാം ദുർഗ പറയുന്നത് കേൾക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, എനിക്കൊരു സംശയമാണ് അമ്മ എന്നെല്ലാം പറയുന്നു. പിന്നീട് സീമന്തിനെയാണെങ്കിൽ വാമദേവനോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മോനെ ഒന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, എൻ്റെ അനുഭവം വെച്ച് ഞാൻ അവനോട് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ മേഘനാഥൻ വരുന്നുണ്ട്. അങ്ങനെ മേഘനാഥനോടായിട്ട് സീമന്തിനി പറയുന്നുണ്ട്, ഇപ്പോൾ ആ മാർക്കോ വിളിച്ചിരുന്നു അച്ഛൻ്റെ ഫോണിലോട്ട്, നിന്നെ കയ്യിൽ കിട്ടിയാൽ കൊന്നു കളയുമെന്നാണ് അവൻ പറയുന്നതെന്ന് പറയുമ്പോൾ മാർക്കോനെ പേടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഓടി ഇവിടെ വന്നതെന്നെല്ലാം പറയുകയാണ് മേഘൻ. നീ ഇവിടെ നിന്നും ഒന്ന് മാറി നിൽക്കുക എന്നൊക്കെ വാമദേവൻ പറയുമ്പോഴേക്കും ഇന്ന് രാത്രിയും കൂടെ കഴിയട്ടെ, നാളെ ഞാൻ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാൻ നോക്കുകയാണെന്നെല്ലാം മേഘനാഥൻ പറയുന്നുണ്ട്. പിന്നീട് പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി വരുന്ന കണ്ണനെയും മഹാലക്ഷ്മിയുമാണ് കാണിക്കുന്നത്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ഇവർ രണ്ടുപേരെയും ദുർഗയെയും കരുണയെയും കാണുന്നുണ്ട്. എന്നിട്ട് അവരോടായിട്ട് പറയുന്നുണ്ട്, എന്താണ് രണ്ടുപേരും കൂടിയിരുന്ന ഒരു ആലോചന? കാരണം നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല അല്ലേ? എൻ്റെ ബോഡി കൊണ്ടിരുന്നത് കാത്തിരുന്ന ഞാൻ തന്നെ ഇവിടെ നേരിട്ട് വന്നത് കണ്ടപ്പോൾ നിങ്ങളെല്ലാം ഷോക്കായി പോയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ദുർഗയ്ക്കും കരുണയ്ക്കും ഉത്തരം മുട്ടിപ്പോവുകയാണ്. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്, കൊലയാളികളുടെ മനസ്സുമായി കുടുംബത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്നവരെല്ലാം ഞാൻ ഈ കുടുംബത്തിൽ നിന്നും തൂത്തെറിയുമെന്ന് പറയുമ്പോഴേക്കും ദുർഗയും കരുണയും ആകെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം കണ്ണൻ്റെ വായിൽ നിന്നും ഇതുപോലെയുള്ളൊരു വാക്കുകൾ കേൾക്കുമെന്ന് ഇവർ ജന്മത്ത് പോലും പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് ഞാൻ ഇയാളെ കൊണ്ട് ചാണകവെള്ളം തിളപ്പിക്കുമെന്നെല്ലാം പറയുമ്പോഴേക്കും ദുർഗയ്ക്കും കരുണയ്ക്കും ആകെ ഷോക്കാകുകയാണ്. കരുണയ്ക്കാണെങ്കിൽ നിന്നെടുത്തു നിന്നും തൊലിയുരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. കാരണം മഹാലക്ഷ്മിയുടെ മുന്നിൽ താൻ ഇനി ഒരിക്കലും തലപൊക്കി നിൽക്കാൻ പറ്റില്ല എന്ന് കരുണയ്ക്ക് അവിടെ വെച്ച് തന്നെ ബോധ്യമാകുകയാണ്. അങ്ങനെ കരുണയാണെങ്കിൽ ആകെ വിഷമത്തോടു കൂടി തന്നെ വല്ലാത്ത ഒരവസ്ഥയിലോട്ടാകുകയാണ്. പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഹോളിൽ കിടന്നുറങ്ങുന്ന കരുണയാണ് കാണുന്നത്. അങ്ങനെ കരുണയെ വിളിച്ചെഴുന്നേപ്പിച്ച് ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ ഇവിടെയാണോ കിടന്നത് എന്ന് ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഉറക്കം കിടത്താനായിട്ട് നീ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഞാൻ ഇന്നലെ ഇവിടെ തന്നെയാണ് കിടന്നുറങ്ങേണ്ടി വന്നതെന്നെല്ലാം പറയുമ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാനും കണ്ണേട്ടനും ആരുടെയും ഉറക്കം കെടുത്തിയിട്ടില്ല. നിങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നതിൻ്റെ കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം ഉറക്കം നഷ്ടപ്പെടുന്നതാണ്. അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ അടുക്കളയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയുടെ പിറകെ തന്നെ ചെല്ലുകയാണ് കരുണ. അങ്ങനെ ഉറക്കത്തിൽ എഴുന്നേൽക്കുന്ന കരുണയാണെങ്കിൽ വെളുപ്പാങ്കാലത്ത് കണ്ണൻ നടക്കുന്നതായിട്ടൊരു സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നങ്ങളെല്ലാം നടക്കുമെന്നല്ലേ പറയുന്നത്, അതുകൊണ്ട് ഇയാൾ എങ്ങനെ നടക്കാൻ തുടങ്ങിയോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് ഓർത്തുകൊണ്ട് കരുണയാണെങ്കിൽ പതിയെ തന്നെ കണ്ണൻ്റെ റൂമിലോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. കണ്ണനാണെങ്കിൽ ഇതൊന്നും അറിയാതെ കുളിയെല്ലാം കഴിഞ്ഞ് തലമുടിയെല്ലാം ചീകി ഒതുക്കി വെക്കുകയാണ്. അങ്ങനെ കണ്ണൻ വളരെ സന്തോഷത്തോടുകൂടി തന്നെ റൂമിൽ നിൽക്കുന്ന സമയത്ത് കരുണയാണെങ്കിൽ പതിയെ പടി കയറി കണ്ണൻ്റെ റൂമിൻ്റെ അരികിലോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ആരും കാണാതെ കണ്ണൻ്റെ മുറിയിലോട്ട് കടക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ കരുണ. കണ്ണനാണെങ്കിൽ ഇതൊന്നും അറിയാതെ റൂമിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ഡോറിൻ്റെ അടുത്ത് ആരോ ഒന്ന് വാതിൽ തുറക്കുന്നത് പോലെ കണ്ണന് തോന്നുകയാണ്. അങ്ങനെ ഡോറിൻ്റെ അടുത്തോട്ട് നോക്കുന്ന കണ്ണനാണെങ്കിൽ അവിടെ നമ്മുടെ കരുണയെ കാണുകയാണ്. കരുണയെ കാണുന്നതും കണ്ണനാണെങ്കിൽ ബാത്റൂമിനകത്തോട്ട് കയറുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കാണാതെ കരുണയാണെങ്കിൽ ഉള്ളിലോട്ട് കയറുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ കണ്ണൻ്റെ വീൽ ചെയർ ഇരിക്കുന്നത് കാണുമ്പോഴേക്കും കരുണയ്ക്ക് ചെറിയൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. വീൽ ചെയർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ ഇയാൾ എവിടെ പോയെന്ന് വിചാരിച്ചുകൊണ്ട് കരുണ അകത്തോട്ട് കയറുമ്പോഴേക്കും കുളിമുറിയിൽ നിന്നും ശബ്ദം കേൾക്കുമ്പോഴേക്കും കരുണയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ആ കുളിക്കുകയാണെന്ന് മനസ്സിലാകുകയാണ്. പക്ഷേ കരുണ ഉദ്ദേശിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾ നടക്കാതിരുന്നത് കൊണ്ട് കരുണയ്ക്കാണെങ്കിൽ ആകെ നിരാശയാകുന്നുണ്ട്. ഇയാൾ നടക്കുന്നുണ്ടോ ഇല്ലെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഇവർ രണ്ടുപേരും നമ്മളുടെ അടുത്ത് നിന്ന് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുകയാണെന്നെല്ലാം മനസ്സിലാകുകയാണ് കരുണയ്ക്ക്. എങ്ങനെയാണെങ്കിലും ഞാനിത് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ എന്ന് കരുണ വിചാരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കരുണ അവിടെ നിന്ന് പോകുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.